ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ MCOMലെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. എക്സാമിന് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാം നിങ്ങൾ പഠിക്കുമ്പം വളരെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക, ദെൻ ലെസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെ നോക്കുമ്പം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൊഡ്യൂൾ 2. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൊഡ്യൂൾ 5. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2ലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, പഠിക്കുക. നമ്മളിപ്പം മൊഡ്യൂൾ 1ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പറയുന്നത്. അതിനകത്ത് കഴിഞ്ഞ വർഷവും ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന്. 2 വെയിറ്റേജിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. 3 വെയിറ്റേജിന് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് കണ്ടുവരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അത് എസ്സേ ആണ്. അതിൽ 2 ടൈപ്പ് ഫാക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ എക്സ്റ്റേണലിൽ തന്നെ മൈക്രോ മാക്രോ എന്ന് 2 ഡിവിഷൻസ് ഉണ്ട്. അതിൽ മാക്രോ പലപ്പോഴും 3 വെയിറ്റേജിന്, മാക്രോയിലുള്ള ഏതെങ്കിലും ഒന്ന് 3 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഷുവറായിട്ട് വരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 2 വെയിറ്റേജിനൊക്കെ ചോദിക്കുന്നതാണ് ട്രേഡ് യൂണിയൻ. 3 വെയിറ്റേജിന് ട്രേഡ് യൂണിയൻ്റെ ഫംഗ്ഷൻസും ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. പിന്നെ 2 വെയിറ്റേജിന് ചോദിക്കുന്ന അല്ലെങ്കിൽ 3 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റി സർക്കിൾ. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഇത്ര മാത്രമാണ് ഇതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ മൊഡ്യൂൾ 2 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിനകത്തേക്ക് പോകുമ്പം എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് പഠിക്കുക, അതുപോലെ തന്നെ ചലഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കണോമി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വർഷം ചോദിച്ചു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നീതി ആയോഗ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രൈവറ്റൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളെല്ലാം പഠിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണത്. പിന്നെ യൂണിയൻ ബജറ്റ് ഒരു 2 വെയിറ്റേജിന് ചോദിക്കും. അതുപോലെ തന്നെ റിപ്പോ, റിവേഴ്സ് റിപ്പോ, GST, ഇതെല്ലാം ഒരു 2 വെയിറ്റേജിന് ചോദിച്ച് കാണാറുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് വേണ്ടതെങ്കിൽ എടുത്ത് കാണുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പഠിക്കാനാണെങ്കിൽ അതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ ഈ ഒരു എക്സാമിന് ചോദിക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യുന്നതാണ്.